ഹരി അച്ഛൻ വീട്ടിലുണ്ടോ? ഉണ്ട്. ഹരി ഈ വിജയൻ ചേട്ടന് ഒരു ഉപകാരം ചെയ്യുമോ? ചെയ്യാം. അച്ഛനറിയാതെ ഓമന ചേച്ചിയെ വിളിച്ച് ഈ ചേട്ടനോട് ഒന്ന് സംസാരിക്കാൻ പറയുമോ? ചേച്ചി ഇവിടെ വന്ന് സംസാരിച്ചാൽ അച്ഛൻ കാണും. അതുകൊണ്ട് ചേച്ചി പഠിക്കുന്ന മുറി കൊണ്ട് കൊടുക്കാം. എന്നാ വേഗം കൊടുക്ക. ചേച്ചി ചേച്ചി, അയ്യോ, നീ എന്തിനാ ഇതിനെ തൂക്കി ഇവിടെ കൊണ്ടുവരുന്നത്? ചേച്ചി എടുത്ത് സംസാരിക്കണമെന്ന്. ഹലോ ഹലോ, ഞാൻ ഓമനയാ. ഓമനെ, നിന്നെ ഞാൻ ഇനി എന്ന് കാണും? നീ എന്നെ മറന്നു പോകുമോ തങ്കം? അതിന് ഞാൻ മരിക്കണം ചേട്ടാ. ചേട്ടാ എന്നെ മറക്കുമോ എന്നാണ് എനിക്ക് ഭയം. നിന്നെ മറക്കാൻ ഈ ജീവിതത്തിൽ ഞാൻ എന്നെ തന്നെ മറന്നാലും നീ മാത്രം എന്നും എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ചേട്ടാ, ഫോണിൽ സംസാരിക്കാൻ പോയവനെ കണ്ടേയില്ലല്ലോ. ഇനി അതിനകത്തെങ്ങാനും ഇരുന്ന് ഉറങ്ങാണോ? ഓമനെ, ചേച്ചി എങ്ങനെ ഇരിക്കുന്നു? ചേട്ട പോയത് പിന്നെ ചേച്ചിയുടെ കണ്ണീരെ തോന്നിട്ടില്ല. ചേട്ടാ എങ്ങനെയെങ്കിലും പഠിച്ച് ഡിഗ്രി എടുക്കണം. എന്റെ ഒരേ ഒരു ആഗ്രഹവും അത് തന്നെയാണ് ഓമനെ. പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോ എനിക്കത് സാധിക്കില്ലെന്ന് തോന്നി. എന്താ കാരണം? പറയൂ ചേട്ടാ, എന്താണ് കാരണം? കാരണം നിന്റെ ചേട്ടനുണ്ടല്ലോ, ആ വലിയ കോൺട്രാക്ടർ കരുണാകരൻ നായർ, ആ മഹാനുഭാവൻ തന്നെ. മാസാമാസം ഞങ്ങളുടെ വീട്ടിൽ കൊടുത്തുകൊണ്ടിരുന്ന രൂപ അദ്ദേഹം നിർത്തി. അമ്മയും പിള്ളേരും പട്ടിണിയാണ്. അവരെ പോറ്റാൻ വേണ്ടി ഞാൻ പഠിത്തം നിർത്തി വല്ല ജോലിയും നോക്കും. അത് പോട്ടെ, എന്നും ഈ സമയത്ത് ഞാൻ ഫോൺ ചെയ്യും. ഞാൻ എന്നും ഈ സമയത്ത് ഫോണിന്റെ അടുക്കൽ കാത്തിരിക്കാം. ഫോൺ വയ്ക്കട്ടെ? ഹലോ 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 ഹലോ, ആരാണ് അതിന്റെ ഹലോ? റാസ്കൽ. ആ, കഴിഞ്ഞ ജന്മം ചെയ്ത പാപം കൊണ്ടേ ഈ ജന്മത്തിൽ പിറന്ന നിങ്ങളുടെ അനിയൻ. നീയാണോ നാണം കെട്ടവനെ ഇത്ര നേരം ഓമനോട് സംസാരിച്ചോണ്ടിരുന്നത്? അതെ. ആ, വേറെ വല്ല പുരുഷന്മാരോട് സംസാരിച്ചാൽ അവളെ ഞാൻ വെട്ടി നുറുക്കി കളയില്ലേ? എന്നെ കുറ്റവും പറഞ്ഞ് എന്റെ വീട്ടിൽ നിറങ്ങിപ്പോയ തെണ്ടി, നീ എന്താണ് എന്റെ ഫോണിൽ സംസാരിക്കുന്നത്? ബ്രദറിന്റെ മുഖത്ത് നോക്കി സംസാരിച്ചാൽ അന്ന് എന്റെ വണ്ടി ആക്സിഡന്റ് ആവും. അതുകൊണ്ടാണ് ഫോണിൽ കൂടെ സംസാരിക്കുന്നത്. നിർത്തണ കുടുംബദ്രോഹി. ആ, നിർത്തി നിർത്തി. തെറ്റിദ്ധരിക്കരുത്. ആ, ഞാൻ ധരിച്ചത് ശരിയായിട്ട് തന്നെയാണ്. ഞാൻ സംസാരിച്ച പെണ്ണ് എന്റെ അളിയന്റെ സഹോദരിയാണ്. ഓ, നിങ്ങൾ തമ്മിൽ ലവ് ആണ്? അതൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട്. പബ്ലിക് ടെലിഫോണിൽ കൂടി ലവ് ചെയ്യാം, അത് പബ്ലിക്കായിട്ട് പറഞ്ഞുകൂടാ അല്ലേ? ആകാശം ഇടിഞ്ഞു വീണാലും ഭൂമി പിളർന്നാലും നിങ്ങൾ ആ പെണ്ണിനെ ലവ് ചെയ്യും? ലവ് ചെയ്യും. ആകട്ടെ, അവസാനം വരെ അവളെ രക്ഷിക്കുമോ? രക്ഷിക്കും. ഈ കടൽ ഇരച്ചു കയറി ഭൂമി അതിൽ മുങ്ങിപ്പോയാലും ഈ വാക്യം മാറ്റമില്ലല്ലോ. ഇതിന് മരണം വരെ മാറ്റമില്ല. അതെ, ഈ പറയുന്നത് വൺ വേ ട്രാഫിക് ആണോ അതോ അവൾക്ക് നിങ്ങളോട് എന്തെങ്കിലും? മരണം വരെ അവളും മാറുകയില്ലെന്നാണ് എന്റെ വിശ്വാസം. ശരി, ഇവിടെ നിൽക്കണം, അനങ്ങി പോകരുത്. കടന്നു കളഞ്ഞാൽ എവിടെയെങ്കിലും ഇട്ട് ഞാൻ പിടിക്കും. ഇതല്ലേ പബ്ലിക് ടെലിഫോൺ? ഇവളോടല്ലേ നിങ്ങൾ ടെലിഫോണിൽ സംസാരിച്ചത്? അതെ. നിങ്ങളുടെ അളി എന്റെ സഹോദരി. അളി എന്ന് പറഞ്ഞത് ആരാ? എന്റെ ചേച്ചിയുടെ ഭർത്താവ്, കൺട്രാക്ടർ കരുണാകരൻ നായർ. ആ കാർക്കോടകൻ ആരാ? എന്റെ മൂത്ത ചേട്ടൻ, എന്റെ അമ്മയുടെ വയറ്റിൽ ആദ്യം പറഞ്ഞവൻ, ഏറ്റവും ഒടുവിൽ ഇവർ, നടുവിലുള്ളതാ ഞാൻ. ഓമനെ. അതെ, ഇത് എന്റെ ചേട്ടനാണ്. ആ, രണ്ടുപേരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടുപേർക്കും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്നോട് പറയാം, അല്ലാതെ സർക്കാർ ടെലിഫോൺ മെനക്കെടുത്തില്ല. ആട്ടെ, രണ്ടുപേരും പോണം, സംസാരിക്കാനുള്ളതെല്ലാം സംസാരിച്ചിട്ട് വരണം. സംസാരിക്കാൻ നേരമില്ല ചേട്ടാ, രണ്ട് കാര്യം ഉടനെ സാധിക്കണം. ഒന്ന് നിങ്ങളുടെ കല്യാണം, രണ്ടേത്? അയ്യോ അതല്ല ചേട്ടാ,
ചേട്ടനെ പഠിപ്പിക്കണം, വീട്ടിൽ ചെലവിനും കൊടുക്കണം. ആ ചേട്ടനെ പഠിപ്പിക്കണം, വീട്ടിൽ ചെലവിന് കൊടുക്കണം. ആദ്യം വീടിന്റെ കാര്യം നോക്കാം. വിദ്യ കേറേ. ഓഹോ, നിന്നെ ഇടയെന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. ആ നീ എന്നെ അങ്ങനെ വിളിച്ചാൽ മതി, തിരുമനസ്സൊന്നും വിളിക്കണ്ട. കേറേ. തടി പോലെ നോക്കി നിൽക്കാതെ ഒന്ന് താങ്ങിട്ടാ താഴെ ഇറക്കട്ടെ. ആ എന്ത് വിലയാണ് നീ വിചാരിച്ചോ ഞാൻ അരിക്കച്ചവടക്കാരനാണ്? അതെ, അമ്മ എവിടെ? ആ അത് തന്നെ, ഊണ് കഴിക്കാനില്ലെങ്കിലും ഡാൻസും ഡാൻസും എല്ലാം പഠിച്ചോണം. ഈശ്വരാ, ഒരു വീട്ടിലും പെമ്പിള്ളേര് പുറക്കരുതേ. അമ്മ എവിടേന്ന്? അയ്യോ, പിന്നെയും തില്ലാനും ജരിയും തന്നെ. പണ്ടാരം അമ്മ എവിടെയാണെന്നൊന്ന് പറഞ്ഞു തോല. ഓ ആ ഇത് അരങ്ങേറ്റം കഴിഞ്ഞ് അടങ്ങുന്ന ലക്ഷണമുള്ളൂ. ഇരുമ്പ് പിടിച്ചോ, പിടിച്ചോ. എന്താണ് ഈ വീടോ മറ്റോ മാറിപ്പോയോ, മുട്ടിഞ്ഞു? അയ്യോ, ഞാൻ ചത്താലും താഴെ ഇറങ്ങിയല്ല. നീ തൊണ്ട വലിച്ച് കീറിക്കോ. എടാ ബാല, നീ എന്തിന് കഥയുടെ മുകളിൽ കയറിയിരിക്കുന്നത്? എന്നത് പിടിച്ചിറക്കടാ. ഓ ഓ ഇങ്ങനെയാ ഒരു പേര് വീട്ടിൽ കുടിയിരിക്കുന്ന വിവരം എന്നോട് നീ പറയണ്ടേ? പേര് വിളിക്കുന്ന പോലെയല്ലേ വിളിക്കുന്നത്? എല്ലാ സമയവും ഇങ്ങനെയാണോ, അതോ ഉച്ച സമയത്ത് മാത്രമേ ഉള്ളൂ? ബാല, നിനക്കറിഞ്ഞൂടെ? അവൾ ഊമയാണ് ബാല. കുഞ്ഞേ, എനിക്ക് മാപ്പ് തരും. ഞാൻ എത്രയോ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. ഇന്നാണ് ആദ്യമായിട്ടൊരു മിണ്ടാപ്പെണ്ണിനെ കാണുന്നത്. ആ ഒരു കണക്കിന് അതും നല്ലത് തന്നെ. ആണുങ്ങൾ ഒരു ചെവി കൂടി കേട്ട് മറു ചെവി കൂടി പുറത്തു വിടും. പെണ്ണുങ്ങൾ രണ്ട് ചെവി കൂടി കേട്ട് വായെ കൂടി പുറത്തു വിടും. ആ കാര്യത്തിന് നിന്നെ ഭയപ്പെടേണ്ടല്ലോ. ഏതായാലും നീ ഭാഗ്യവതി തന്നെ. നിന്നെ കല്യാണം കഴിക്കുന്നവൻ അതിലും വലിയ ഭാഗ്യവാനായി.